PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധ സമരം തിരുവനന്തപുരത്ത് ശക്തമായി തുടരുന്നു. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ജോലിയിൽ പ്രവേശിക്കാനാകാത്തവരാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ പ്രതിഷേധിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ അരങ്ങേറുന്ന സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 13ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. പൊരിവെയിലിൽ റോഡിൽ കിടന്നും മുട്ടിലിഴഞ്ഞും ശയനപ്രദക്ഷിണം നടത്തിയും തലമുണ്ടനം ചെയ്തും പുല്ല് ഭക്ഷിച്ചുമാണ് ഇവർ പല ദിവസങ്ങളിലായി പ്രതിഷേധിച്ചത്. 13ാം ദിനമായ ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻ MLA AV താമരാക്ഷൻ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഞാൻ പറയുന്നത് ആ തരത്തിൽ എല്ലാ മേഖലയും ഈ 6-7 കൊല്ലം കൊണ്ട് എന്തൊക്കെ വികസനം നടക്കുന്നു അതിന്റെ പുറകിലെല്ലാം കമ്മീഷന്, അല്ലാതെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ല. അവർക്ക് എന്ത് കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റും? ലക്ഷക്കണക്കിന് കോടി രൂപയാണ് വാരിക്കൂട്ടിയത്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ടാവും. പോലീസുകാരായി വർക്ക് ചെയ്യണമെങ്കിൽ ട്രെയിനിങ് വേണം. കഠിനമായ ട്രെയിനിങ് എല്ലാം പാസ്സായിട്ടാണ് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ട്രെയിനിങ്ങും വേണ്ട. DYFIക്കാരാണെങ്കിൽ അവർക്ക് നേരിട്ട് താൽക്കാലിക ജീവനക്കാരായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനടക്കം കൊടുക്കാനുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലും ഞാൻ ബലമായി സംശയിക്കുന്നു. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 50 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 13,000-ഓളം പേർ ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്നും ഇതുവരെ നിയമനം ലഭിച്ചത് 3,019 പേർക്ക് മാത്രമാണ്. ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. ഇക്കാര്യത്തിൽ നീതി വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.